കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ സബ് എഞ്ചിനീയർ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നിലവിലുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നത് 29/11/2026 അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോകുന്നത് 12/12/2027 അതായത് ഈ രണ്ട് എക്സാംസുകൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം കാത്തിരിക്കുന്ന രണ്ട് എക്സാംസുകളാണ്. കഴിഞ്ഞ ഇപ്പോഴത്തെ നിലവിലെ റാങ്ക് ലിസ്റ്റ് അല്ല, മുൻ വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KCB സബ് എഞ്ചിനീയർ 785 പേരെയാണ് ഒരു റാങ്ക് ലിസ്റ്റ് നിന്ന് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ 385 ആളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി 400-ലധികം ആളുകളെ KSEBയുടെ സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നിയമിച്ചു കഴിഞ്ഞു. 215ഓളം പോസ്റ്റുകളിലേക്ക് KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ മാസീവായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് KSEB പ്രൊവൈഡ് ചെയ്യുന്നത്. മിക്കവാറും ആളുകൾ, ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഈ ഒരു സുവർണാവസരം തന്നെയാണ് അല്ലേ. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ എക്സാംസുകളൊക്കെ എഴുതിയ ആളുകൾ വിചാരിക്കുന്നുണ്ടാവും അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവരത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരുപാട് പുതിയ വിദ്യാർത്ഥികളുണ്ട്. അതായത് 2025 ബിടെക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങൾക്ക് മുമ്പിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ഈ എക്സാംസുകൾ ഇനി ഈ അടുത്ത കാലത്ത് എങ്ങാനും കണ്ടക്ട് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡേറ്റ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതായത് KSEBയുടെ സബ് എഞ്ചിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2026 എന്ത് ചെയ്യാൻ പോവാണ്, എക്സ്പയർഡ് ആവാൻ പോവാണ് 29/11/2026. അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു 12/12/2027 അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയും റാങ്ക് ലിസ്റ്റും എക്സ്പയർഡ് ആവും. അപ്പോൾ PSCയുടെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ തന്നെ വീണ്ടും ഒരു എക്സാം കണ്ടക്ട് ചെയ്യുകയും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അതേ ദിവസം തന്നെ, അതായത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന ഒരു ടെൻഡൻസി പുതിയ രീതിയിൽ PSC അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുതുതായിട്ട് പാസ്ഔട്ടായിട്ടുള്ള മുഴുവൻ എഞ്ചിനീയേഴ്സോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മുന്നിൽ വരാനിരിക്കുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക്കൽ കഴിഞ്ഞ മുഴുവൻ ആളുകളും ഈ എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് എടുത്ത് പഠിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊരു ഹൈ ലെവൽ കോമ്പറ്റീഷൻ തന്നെയാണ്. എക്സാംസിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിലല്ല ഞാൻ ഹൈ ലെവൽ എന്ന് പറയുന്നത്, ഒരുവിധം എല്ലാ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. അപ്പം ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത്, സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, മുൻ വർഷങ്ങളിൽ ഈ എക്സാംസുകളിൽ ഏറ്റവും മികച്ച റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. KSEBയുടെ സബ് എഞ്ചിനീയറിൽ 200-ലധികം ആളുകളും അതേപോലെ തന്നെ KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ 100-ലധികം ആളുകളെയും മെയിൻ ലിസ്റ്റിൽ എത്തിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും ഏറ്റവും മികച്ച റിസൾട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റനേകം എക്സാംസുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൽ ആദ്യ 10 5 റാങ്കുകാരും എൻട്രി ആപ്പിലെ ഉദ്യോഗാർത്ഥികളായിരുന്നു. അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ ടോപ്പ് 5-ൽ 2 റാങ്ക് എൻട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാച്ചുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പുതുതായിട്ട് ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു റിസൾട്ട് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ബാച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ബാച്ച് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് കോഴ്സ് ബാച്ചുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. KSEB സബ് എഞ്ചിനീയർ ബാച്ച്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാച്ച്, അല്ലെങ്കിൽ ഓവർസിയർ ബാച്ച്, ഡ്രാഫ്റ്റ്സ്മാൻ ഡ്രാഫ്റ്റ്സ്മാൻ ബാച്ച്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ബാച്ച്, അങ്ങനെ പല ബാച്ചുകൾ, RRB ജൂനിയർ എഞ്ചിനീയർ, അങ്ങനെ ഒരുപാട് ബാച്ചസുകൾ എൻട്രി എന്ത് ചെയ്തിട്ടുണ്ട്, പല കോഴ്സുകൾക്കായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബാച്ച് വൈസ് അല്ലാതെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രീമിൽ വരുന്ന മുഴുവൻ എക്സാംസുകളും ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ച് 3.0 എന്ന് പറയുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ഏറ്റവും മികച്ച റിസൾട്ടും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്ന ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിലൂടെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന മുഴുവൻ ഇലക്ട്രിക്കൽ റിലേറ്റഡ് എക്സാംസുകളും ഒരൊറ്റ കോഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതോടുകൂടി ഏതൊരു എക്സാം ക്ലിയർ ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിലൂടെ നമ്മൾ മുഴുവൻ കോഴ്സസിലേക്കുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് സെഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് എക്സാംസുകൾ, നോട്ട്സുകൾ, ഷോർട്ട് നോട്ട്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോഴ്സിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും പഠിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഒരാൾ നമ്മളെ പുഷ് ചെയ്യാനുണ്ടെങ്കിൽ, മെൻറ്റർ ചെയ്യാനുണ്ടെങ്കിലാണ് നമ്മൾ എപ്പോഴും എക്സൽ ചെയ്യാറുള്ളത്.
പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡ്യുവൽ മെൻറ്റർഷിപ്പും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും 2025 പാസ് ഔട്ട് ആയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ഡ്രീം ജേണിയിലേക്ക് ഞങ്ങൾ എൻട്രി അവതരിപ്പിക്കുന്ന ഏറ്റവും മികച്ച കോഴ്സാണ് ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ 3.0. സോ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുക, വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.